ഞാനിങ്ങനെ എടുത്തിട്ട് ഫസ്റ്റ് ഓഡിഷൻ ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ടൊരു ഫോട്ടോ, അത് ഞാൻ എൻ്റെ അടുത്ത് ഉണ്ടോയെന്ന് അറിയില്ല, ഞാൻ നോക്കണം. അത് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. ശരിക്കും ഒരു നല്ല മെമ്മറി ആയിരുന്നു. ചില ക്യാരക്ടേഴ്സ് പടത്തിലേക്ക് ഇവർ യൂസ് ചെയ്യാൻ പറ്റുമോ, എന്നെ യൂസ് ചെയ്യാൻ പറ്റിയില്ല. പുറത്ത് വന്നിട്ട് ബാത്റൂമിലേക്ക് പോയി നേരെ കരച്ചിലും. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റാഞ്ഞതിൽ ഭയങ്കര വിഷമം വന്നിട്ട് ഞാൻ കരുതുന്നത്. ഹ്യൂമൻ ബീയിങ്സിനെ പരിചയപ്പെടുന്നത് എല്ലാ സെറ്റ്സിലും അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും എല്ലാവർക്കും കിട്ടണമെന്നില്ല. കുറച്ച് നല്ല കൂട്ടുകാരെ കിട്ടുന്നുണ്ട്. ഇവരെങ്ങനെ ഇത്രയും ഫാസ്റ്റ് ഒക്കെ പറയുന്നത്, അതും കോമഡി ഡയലോഗ്സ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അത് രസമുണ്ടായിരുന്നു. ഞാനാണല്ലോ ചിലതൊക്കെ ഞാൻ പേടിയിൽ തന്നെ ചെയ്തു പോണതാണ്. അത് ഹ്യൂമറായിട്ട് പുറത്തേക്ക് ഷോ ആണ് ചെയ്യുന്നത്. ചിലതൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ നല്ല പേടിയും പ്രഷറും ടെൻഷനൊക്കെ ഉണ്ട്. ഡബിങ്ങിൽ എടാ സിദ്ധാർത്ഥ ഇതെന്ന് പറഞ്ഞ് ഇതൊക്കെ ഇട്ടെന്ന് പറഞ്ഞപ്പോൾ ഇട്ടു. അത് അങ്ങനെ ഇടേണ്ടി വന്നു. അത് എന്റെ ഐഡിയ അല്ലല്ലോ. അപ്പൊ കുഴപ്പമില്ല. പക്ഷെ എനിക്ക് നല്ല ദേഷ്യം വന്നു കണ്ടപ്പോ. അത് പെട്ടെന്ന് നീയാണെന്നുള്ള കാര്യം തന്നെ നമുക്ക് നെഗറ്റീവ് ഷെയ്ഡ്സ് പ്ലേ ചെയ്യാൻ പറ്റുന്നു, അതിൻ്റെതായിട്ടുള്ള ഒരു ഇമോഷൻസ് ഡെലിവർ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്, അത് കണക്റ്റ് ആവുന്നു എന്ന് അറിയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഹാപ്പിനെസ് ഉണ്ട്. ഹായ് എവരിവൺ, ദിസ് ഈസ് ബിയോണ്ട് ദ ബയോ. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് മൂൺ വാക്ക്, ടീച്ചർ, ഇപ്പൊ റീസെന്റ് റിലീസായ ദ റൈഡ് തുടങ്ങിയ ഒരുപാട് മൂവീസിലൂടെ ഫെമിലിയർ ആയിട്ടുള്ള നമ്മുടെ സിദ്ധാർത്ഥ് ബാബു ആണ്. സിദ്ധു, വെൽക്കം ടു മൈ ഷോ. താങ്ക് യു ഫോർ കോളിംഗ്. അതിൻ്റെ അടുത്ത് ഒരുപാട് ഫോമൽ ആവൂല, എനിക്ക് ചിരി വരും. അതുകൊണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നലെ കൂടെ എപ്പോഴും കാണാറുള്ള വിശേഷം സുഖമായിട്ട് പോകുന്നു. ഇടയ്ക്ക് കുറച്ചൊരു ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിരുന്നു. അതിപ്പോൾ റെഡിയായി. ആ സമയത്ത് ഒരു ചെറിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു. വർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ സൈൻ ചെയ്ത വർക്ക്സ് ഒന്നും നടന്നില്ല. എനിക്ക് പോകാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ ബാക്ക് ടു ഫോം, എല്ലാം നന്നായിട്ട് പോകുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ കുറേ നാൾ മുന്നേ പ്ലാൻ ചെയ്തൊരു ഇന്റർവ്യൂ ആയിരുന്നു അല്ലേ? എനിക്കൊരു മൂൺ വാക്കിന്റെ ടൈം മുതലേ പ്ലാൻ ചെയ്യുന്ന ഒരു സാധനമായിരുന്നു. പക്ഷെ ഇപ്പം റൈഡും കൂടെ കഴിഞ്ഞിട്ടാണ് ഇരിക്കാൻ പറ്റിയത്. എന്തായാലും ഐ എം സോ ഹാപ്പി ടു ഹാവ് യു ഹിയർ. ആൻഡ് നമുക്ക് മൂൺ വാക്ക് എന്തായാലും മൂൺ വാക്കിനെ പറ്റിയൊക്കെ നമുക്ക് സംസാരിക്കണം. എന്തായാലും മൂൺ വാക്കില്ലാതെ സിദ്ധു ഇല്ല. സോ നമുക്ക് ആദ്യം റൈഡ് എന്ന് തുടങ്ങാം. അപ്പൊ റൈഡ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു സീനിയർ ആക്ടേഴ്സും അതേപോലെ തന്നെ ന്യൂ ഫേസസ് എല്ലാവരും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു മൂവി ആയിരുന്നു. സോ എല്ലാ ജനറേഷനിലുള്ളവരുടെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എക്സ്പീരിയൻസ് ഇത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഡയറക്ടർ സാർ റിതേഷ് മേനൻ. പുള്ളിക്കാരൻ ഹാഫ് മല്ലു ആണ്, മലയാളിയാണ്. പിന്നെ ഇത് പ്രൊഡക്ഷൻ എൻ്റയർ ടീം മോസ്റ്റ്ലി അവരെല്ലാവരും മുംബൈ ബേസ്ഡ് ആണ്. അപ്പോൾ അവർക്ക് ഇവിടെ വന്ന് മലയാളത്തിലൊരു പടം ചെയ്യണം എന്ന് തോന്നിയ ഒരു തോട്ട് തന്നെ ഒരു നല്ലൊരു തോട്ടാണ്. അവർക്ക് വേണമെങ്കിൽ അവിടെ ചെയ്യാം, വേറെ ഏത് ലാംഗ്വേജസും ട്രൈ ചെയ്യാമായിരുന്നു. പക്ഷെ അവർ മലയാളത്തിലൊരു പടം ചെയ്യണം എന്ന് തോന്നിയത് തന്നെ ഒരു വലിയൊരു കാര്യമാണ്. പിന്നെ അതിൽ ഞങ്ങളൊക്കെ കാസ്റ്റ് ചെയ്യണമെന്ന് തോന്നിയതും നല്ലൊരു കാര്യമാണ്. പിന്നെ ഞാൻ നോക്കിയത് എനിക്ക് ആദ്യം അറിഞ്ഞില്ലായിരുന്നു. ഞാൻ സെലക്ട് ആയപ്പോൾ എനിക്ക് ബാക്കിയുള്ള കാസ്റ്റ് ആരൊക്കെയാണ് ഓൾറെഡി വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റ് ആരൊക്കെയാണെന്നൊന്നും ഞാൻ ചോദിച്ചില്ലായിരുന്നു. അപ്പോൾ അന്ന് നോക്കുമ്പോൾ മാലാപാർവതി ചേച്ചി ഉണ്ട്, പ്രശാന്ത് മുരളിച്ചേട്ടനുണ്ട്, ശ്രീകാന്ത് മുരളിച്ചേട്ടനുണ്ട്, മൂൺ വാക്കിലുണ്ടായിരുന്നല്ലോ. അതിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛനായിട്ടാണ് ആണ്. പിന്നെ ഇപ്പോൾ ഈ പടത്തിൽ എൻ്റെ അച്ഛനായിട്ടാണ്. അപ്പം അങ്ങനെ ഒരു പുള്ളിക്കാരൻ്റെ ഒരു കാരണം ഞാൻ മൂൺ വാക്ക് ചെയ്യുമ്പോഴേ എനിക്ക് ആ ഒരു ഇതുണ്ടായിരുന്നു. പുള്ളിക്കാരൻ അച്ഛനായിട്ട് പെർഫോം ചെയ്യുമ്പോൾ അത് ഭയങ്കര കണക്ട് ആകുന്നൊരു ക്യാരക്ടർ. കെമിസ്ട്രി ഭയങ്കര അടിപൊളിയായിരുന്നു. അതെ ഭയങ്കര. അതിനായിട്ട് അവർ റിഹേഴ്സൽ, ഞങ്ങൾ 3 മാസം ആ പടത്തിന് വേണ്ടി ട്രെയിൻ ചെയ്ത്, അല്ലാതെ ശ്രീകാന്ത് ഏട്ടനൊന്നും അവിടെ വന്ന് ഞങ്ങളുടെ കൂടെ റിഹേഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവരൊക്കെ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് പുള്ളിക്കാരൻ്റെ മകനായിട്ട് ഇതിൽ ചെയ്യാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ കുറേ ഗോപിക, പിന്നെ ബാക്കി എല്ലാവരും തന്നെ എനിക്ക് അവരായിട്ടൊന്നും വലിയ കോമ്പിനേഷൻസ് ഇല്ല. ആൻഡ് ശീതൽ ചേച്ചിയായിട്ട് കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. ഡയറക്റ്റായിട്ട് ഡയലോഗ്സ് ആയിട്ടില്ല, അപ്പം then ഒരേ ഫ്രെയിം ഷെയർ ചെയ്യാൻ പറ്റി. അഭിനവ് ബ്രോ എനിക്ക് കിട്ടിയ ഒരു നല്ലൊരു ഫ്രണ്ടും കൂടെയാണ് ആ പടം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഒരു നല്ലൊരു ഫ്രണ്ടിനെ കിട്ടുപോലും തോന്നി. അപ്പോൾ പിന്നെ എൻ്റെ കൂടെ ആക്ട് ചെയ്ത ആർദ്ര, ലക്ഷ്മി, റോഹനൊക്കെ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ ഇപ്രാവശ്യം ഞാൻ വേറൊരു പ്രോജക്റ്റിന് വേണ്ടി ഷൂട്ടിന് വന്നപ്പോൾ അതിൻ്റെ മീറ്റിങ്ങിനായിട്ട് വന്നപ്പോൾ ഞാൻ റോഹൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ അവരുടെ അമ്മ, അങ്ങനെ ഞാൻ ഓരോ പടങ്ങൾ വർക്ക് ചെയ്യുമ്പോഴും എനിക്ക് പുതിയ നല്ല മനുഷ്യന്മാരും കുറച്ച് കണക്ഷൻസും, നല്ല വർക്ക് ബേസ്ഡ് ആയിട്ടുള്ള കണക്ഷൻസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ എല്ലാവർക്കും കിട്ടും. പക്ഷെ നല്ല
ഹ്യൂമൻ ബീയിങ്സിനെ പരിചയപ്പെടുന്നത് എല്ലാ സെറ്റ്സിലും അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും എല്ലാവർക്കും കിട്ടണമെന്നില്ല. ഐ തിങ്ക് ഐ എം ബ്ലെസ്ഡ് ഇൻ ദാറ്റ് വേ. കുറച്ച് നല്ല കൂട്ടുകാരെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതെ, നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് എല്ലാ പടം പോലെയും. പക്ഷേ ഇതൊരു പുതിയ ആർട്ടിസ്റ്റ് വർക്ക് ചെയ്യുമ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ലേ, അതൊരു നല്ല എക്സ്പീരിയൻസ് തന്നെ. എങ്ങനെയാണ് റൈഡിലെത്തിയത്? റൈഡിലെത്തിയത് ഇതുപോലെ എനിക്കൊരു കോള് വന്നു. ഐ തിങ്ക് ആരതി ആയിരുന്നു തോന്നുന്നു, ഒരു AD. ഷീസ് ഓൾസോ മൈ ഫ്രണ്ട്, വെരി ക്ലോസ് ഫ്രണ്ട് നൗ. അപ്പോൾ ഇങ്ങനെ വിളിച്ചിട്ട് ഈ ഡേറ്റ്സ് ഒക്കെ യൂഷ്വൽ സാധനം, അപ്പോൾ അവൈലബിൾ ആണോ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അത് കുറച്ച് ഇതേപോലെ കുറച്ച് ഡേറ്റ്സിൻ്റെ തുടങ്ങാൻ ഇച്ചിരി ഒരു ഡിലേ ഉണ്ടായിരുന്നു. പക്ഷേ എങ്ങനെ ഞാൻ എത്തി, ഇവിടെ എത്തി. എറണാകുളത്ത് തന്നെയായിരുന്നു ഷൂട്ട്. പിന്നെ ഒരു പോർഷൻ ഞങ്ങൾ ഷൂട്ട് ചെയ്തത് വീണ്ടും കുറച്ചുകൂടെ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ലൊക്കേഷൻ ഷൂട്ട് ചെയ്ത സെയിം സാധനം ഞങ്ങൾ വീണ്ടും ഷൂട്ട് ചെയ്യേണ്ടി വന്നു. അത് അതിരപ്പള്ളിയിലായിരുന്നു ഷൂട്ട് ചെയ്തത്. അവിടെ ഞാനിവിടെ കഴിഞ്ഞു, ഞാൻ വീട്ടിലൊക്കെ പോയി. അപ്പോൾ എൻ്റെ ഷെഡ്യൂളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ച ഓക്കെ പടമൊക്കെയായി, ഇനി ഡബ് കഴിഞ്ഞാൽ പിന്നെ വേറെ പണിയൊന്നുമില്ല. പക്ഷേ അവർ വീണ്ടും എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഇതുപോലെ സിദ്ധാർത്ഥ 2 ദിവസം കൂടി നമ്മൾ സെയിം സാധനം കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് അതിരപ്പള്ളിയിൽ ഷൂട്ട് ചെയ്യണം. അപ്പോൾ അവിടെ ഷൂട്ട് ചെയ്തപ്പോൾ അതിൻ്റെ ഇതുണ്ട് സിനിമയിൽ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ വീണ്ടും ഷൂട്ട് ചെയ്തു എന്നുള്ളൊരു എഫേർട്ടും, അത് എൻ്റെ മാത്രം എഫേർട്ടോ ഡയറക്ടറുടെ മാത്രം എഫേർട്ടോ അല്ലല്ലോ, അത് ടീമിൽ എല്ലാവരും കൂടെ, സെറ്റും യൂണിറ്റും എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് പോയി. ആ ഒരു എഫേർട്ടിൻ്റെ ഒരു റിസൾട്ട് പടത്തിൽ കാണാൻ പറ്റിയതും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടായി. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പുറകിലോട്ട് പോവാം. വർഷങ്ങൾക്ക് മുന്നേ ഫസ്റ്റ് ഓഡീഷൻ അങ്ങനെ ഒരു സ്റ്റോറി ഞാൻ കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ട് അച്ഛനും അമ്മേനെയും കൊണ്ടാണ് പോണത്, അതൊന്ന് പറയാം. ഫസ്റ്റ് ഓഡിഷൻ എൻ്റെ ഇവിടെ ആയിരുന്നു, എറണാകുളത്ത് തന്നെ ആയിരുന്നു. മേജർ രവി സാറുടെ ഒരു വർക്കായിരുന്നു, ഒരു പടമായിരുന്നു. അപ്പോൾ ഞാനിതൊരു എൻ്റെ ഒരു ഫേസ്ബുക്കിൽ പരിചയപ്പെട്ട ഒരു നല്ലൊരു ഫ്രണ്ട് എനിക്ക് അയച്ചു തന്നിട്ട് പുള്ളിക്കാരനെ അയച്ചു തന്നു. ഞാനങ്ങനെ അപ്ലൈ ചെയ്തു. അവിടുന്ന് വരാനും പറഞ്ഞു. അപ്പോൾ ഞാൻ 9ാം ക്ലാസ്സിലോ എന്തായിരുന്നു ആ സമയത്ത്, 9th കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. 9ാം ക്ലാസ്സിൽ. അപ്പോൾ ഞാൻ ഈറോഡിലാണ് എൻ്റെ വീട്, പെരുന്തുറ എന്ന സ്ഥലത്താണ്. അവിടുന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഇതിലൊക്കെ കയറണത്, മറ്റേ AC സ്ലീപ്പർ, AC സെമി സ്ലീപ്പർ ബസ്സസിലൊക്കെ കയറുന്നത് അപ്പോഴാണ്. അപ്പോൾ ഒറ്റയ്ക്ക് 9ാം ക്ലാസ്സിൽ ഞാൻ ആദ്യമായിട്ടാണ്, നാട്ടിൽ എറണാകുളത്തൊന്നും അങ്ങനെ ഞാൻ വന്നിട്ട് പോലും ഇല്ല. ആ സമയത്ത് എറണാകുളം ഞാൻ വന്നിട്ടേ ഇല്ല. ഭയങ്കര എനിക്ക് ആ പോസ്റ്റ് ഞാൻ ഡിലീറ്റ് ചെയ്തു പോയി. ഞാൻ ഫേസ്ബുക്കിൽ എനിക്കൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ചായ കുടിച്ചിട്ട് ഇങ്ങനെ ഒരു സെൽഫി എടുത്ത്, ഒരു പെട്രോൾ പമ്പിലായിരുന്നു ബസ്സിൻ്റെ ബോർഡിംഗ് പോയിന്റ് ഈ റോഡിൽ, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ. രാത്രി 12:15 എന്താണ് ബസ്, 12 മണിക്ക് ശേഷം എന്താണ്, രാവിലെ 5:30 ഇവിടെ എത്തുകയും ചെയ്യുമല്ലോ. ഞാനിങ്ങനെ എടുത്തിട്ട് ഫസ്റ്റ് ഓഡിഷൻ ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ടൊരു ഫോട്ടോ, അത് ഞാൻ എൻ്റെ അടുത്ത് ഉണ്ടോയെന്ന് അറിയില്ല, ഞാൻ നോക്കണം. അത് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു, ശരിക്കും ഒരു നല്ല മെമ്മറി ആയിരുന്നു. അതെന്തോ ഇടയ്ക്ക് എന്തോ തോന്നി ഞാൻ ഡിലീറ്റ് ചെയ്തു പോയി. അപ്പോൾ അത് ഞാൻ എത്തി ബസ്സിൽ ഉറക്കൊന്നുമില്ല. അതും ടിക്കറ്റ് ലാസ്റ്റ് ആയിരുന്നു, ലൈക്ക് ബാക്കിലത്തെ സീറ്റാണ്, സെമി സ്ലീപ്പർ. അതിങ്ങനെ റെക്ലൈൻ ആവുന്നില്ല, ഇങ്ങനെ തന്നെ ഇരിക്കണം. എന്നാലും അച്ഛനൊക്കെ ഉറങ്ങി, അമ്മ ഉറങ്ങാൻ ശ്രമിക്കുന്നു, ഞാൻ നടുക്കാണ്. ഞാൻ ഫുൾ ഫോക്കസ്, നാളെ എന്ത് ചെയ്യണം, പെർഫോം ചെയ്യണം. ഞാനിങ്ങനെ ഡയലോഗൊക്കെ മൈൻഡിൽ ഇങ്ങനെ ഏതൊക്കെ സിനിമയിൽ മോണോലോഗ്സ് ഒക്കെ ചെയ്യാൻ പറ്റും ഇങ്ങനെ മൈൻഡിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പിറ്റേ ദിവസം എത്തി. ഇതേപോലെ രാവിലെ പോയപ്പോൾ തന്നെ മനസ്സിലായി ഇത് ഞാൻ മാത്രമല്ല, ഇവിടെ ഒരു 100 ജനങ്ങളുണ്ട്, കുറേ ആൾക്കാരുണ്ട്. പിന്നെ ഞാൻ ചോദിച്ചു, ആദ്യത്തെ തവണയല്ലേ, അപ്പോൾ അച്ഛനൊക്കെ പോയി ചോദിക്കുന്നുണ്ട് എന്താ ചെയ്യേണ്ടത്, എവിടെ നിൽക്കേണ്ടത്. അപ്പോൾ ഈ ലൈനിൽ നിന്നോന്ന് പറഞ്ഞപ്പോൾ ലൈന് ഗേറ്റിനും പുറത്ത് എവിടേക്കോ നിൽക്കുകയാണ്, വലിയ ലൈനാണ്. പിന്നെ കുറച്ച് അവർ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു, കുട്ടികളൊക്കെ ഇവിടെ വരൂ, ഗേൾസൊക്കെ അപ്പുറത്തേക്ക് പോകും, കുറച്ച് ചെറുതായി. പിന്നെ ഉച്ചയായി. രാവിലെ ഞങ്ങൾ കഴിച്ചില്ല, ഫുഡൊന്നും കഴിച്ചു. പിന്നെ ഞങ്ങൾ റൂമും അങ്ങനെ ഒന്നും എടുത്തൊന്നുമില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു. അന്നാണെങ്കിൽ ഇവിടെ ഹർത്താലും, ഇവിടെ ഒരു കടകളും തുറന്നിട്ടില്ല. ഫുഡ് കഴിക്കാൻ ഞാൻ അച്ഛനും കൂടെ ഉച്ചയ്ക്ക് നടന്നു പോയി, അച്ഛനും അമ്മയും പോയി. കുറച്ച് ദൂരം അങ്ങ് നടന്നപ്പോൾ പകുതി ഷട്ടർ തുറന്നിട്ട് ഒരു ഫാസ്റ്റ് ഫുഡ് കടയുണ്ട്, നൂഡിൽസിൻ്റെ എന്തോ കടയുണ്ട്. അത് ഇഷ്ടമില്ല, കഴിച്ചേ പറ്റൂ, വിശക്കുന്നു. പക്ഷെ എനിക്ക് ആ ഫുഡും പറ്റുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ കഴിച്ചിട്ട് തിരിച്ച് നടന്ന് തന്നെ വന്നു. ഓട്ടോ ഒന്നുമില്ലല്ലോ, നടന്ന് 1-2 കിലോമീറ്റർ നടന്ന് തിരിച്ചും വന്നിട്ട് അവിടെ പോയി അകത്തേക്ക് കയറി. വൈകുന്നേരം ആയപ്പോൾ ഞാനാണെങ്കിൽ ഫുൾ കോൺഫിഡൻസിൽ പോയി നിന്നു. സാർ എന്നൊക്കെ പറയുന്നു. സിദ്ധാർത്ഥിൻ്റെ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് വിട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിക്കണം പെർഫോം ചെയ്യണം, എങ്ങനെ ഓഡിഷൻ ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നടന്നില്ല. പക്ഷെ അത് അവരുടെ തെറ്റുമല്ല, കാരണം അത് ഒരു ഓപ്പൺ ഓഡിഷൻ ആയിരുന്നു. പിന്നെ എല്ലാവരും പെർഫോം ചെയ്യിപ്പിച്ച് നോക്കണമെന്നില്ല, അവർക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ചില ക്യാരക്ടേഴ്സ് പടത്തിലേക്ക് ഇവർ യൂസ് ചെയ്യാൻ പറ്റുമോ. എന്നെ യൂസ് ചെയ്യാൻ പറ്റിയില്ല, അത്രേ ഉള്ളൂ. അതിൽ അവരുടെ അടുത്ത് തെറ്റൊന്നുമില്ല. പക്ഷെ എനിക്ക് ആ ഒരു ഏജിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല.
ഞാൻ പുറത്ത് വന്നിട്ട് ബാത്റൂമിലേക്ക് പോയി നേരെ കരച്ചിലും. ഞാൻ ആദ്യമായിട്ടാണ് ലൈക്ക് ഒരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെ കരയുന്നത്. ഞാൻ അതിനു മുമ്പ് റിയാലിറ്റി ഷോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് സീ തമിഴ്. അതിൽ എലിമിനേറ്റ് ആയി 5ാമത്തെ റൗണ്ടിൽ എന്തോ. അതിൽ ഞാൻ വലുതായിട്ട് കരഞ്ഞിട്ടൊന്നുമില്ല. എനിക്ക് അത്ര സങ്കടം വലുതായിട്ട് വന്നിട്ടുമില്ല. ഞാൻ കരാട്ടെ പഠിക്കുമായിരുന്നു. ആ സമയത്ത് കുറേ ടൂർണമെൻറ്റ്സ് ഒക്കെ പോയി തോറ്റ് അങ്ങനെ ഇടിയൊക്കെ കൊണ്ടുവരും. അപ്പോഴും ഞാൻ കരയില്ല. എനിക്ക് അങ്ങനെ ഒരു കരച്ചിൽ അങ്ങനത്തെ കാര്യത്തിൽ ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റാഞ്ഞതിൽ ഭയങ്കര വിഷമം വന്നിട്ട് ഞാൻ കരഞ്ഞിട്ട് തിരിച്ചു വന്നു. അത് നടന്നില്ല. ഞാൻ പോയിട്ട് വീട്ടിലൊക്കെ തിരിച്ചു പോയി. ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ വിട്ടില്ല. ഐ കെപ്റ്റ് ഓൺ ട്രൈയിങ്. കുറേ ഓഡിഷൻസൊക്കെ അയച്ചു. എന്നിട്ട് എനിക്ക് ആ മൂൺ വാക്ക് കിട്ടിയ സമയത്ത് എന്നെ ആദ്യമായിട്ട് ഇവർ സെലക്ട് ആയതിനു ശേഷം വർക്ക്ഷോപ്പിന് വിളിക്കുന്നത് സെയിം ഹോട്ടലിലാണ്. അപ്പോൾ ഞാൻ കുറച്ച് കൊല്ലത്തിന് ശേഷം സെയിം ഹോട്ടലിൽ ഞാൻ കയറുകയാണ്. ബട്ട് ആസ് എൻ ആക്ടർ ഒരു പുതിയ പടം ചെയ്യാൻ പോവുകയാണ് എന്നുള്ളൊരു ഫീലിൽ ഞാൻ കയറുകയാണ്. അത് എനിക്ക് തന്നെ ഒരു അത്ഭുതം തോന്നി. സെയിം ഹോട്ടൽ. അത് ഞാൻ കോളേജ് സെക്കൻഡ് ഇയറിലായിരുന്നു ചെയ്യുന്നത്. എനിക്ക് 18 വയസ്സ് എന്തോ ആയിരുന്നു. 18 എന്തോ ആയിരുന്നു കോളേജ് സെക്കൻഡ് ഇയർ. ചെറുതാണോ നീ? വലുതാണോ നീ? കോളേജ് ഫസ്റ്റ് ഇയർ ആകുമ്പോൾ 17 വയസ്സ്. 2019. 2019 18 വയസ്സ് അത്രേ ഉള്ളൂ എനിക്ക്. എനിക്കന്ന് 17 വയസ്സ്. അതിപ്പോ രജിസ്റ്റർ ചെയ്യണമല്ലേ ഇവിടെ? ഞാനിങ്ങനെ ആലോചിച്ചു ഞാൻ അത്രയ്ക്ക് ചെറുതാണോ? ഓക്കെ ഫൈൻ. ഓക്കെ അപ്പൊ നമുക്കിനി എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് സിദ്ധു ചെയ്തതിൽ കുറെ വർക്ക്സിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സീരീസ് ആണ് മീൻ ബോയ്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അത് എന്റെ ഒരു ട്രെയിലറോ എന്തോ സംഭവം ഇറങ്ങിയ ടൈമില് ഞാനും എന്റെ ബ്രദറും ഇരിപ്പുണ്ട്. അതിൽ വിജയ് റെഫറൻസ് കുറെ ഉണ്ട്. ഞാൻ ഭയങ്കര വിജയ് ഫാൻ ആയതുകൊണ്ട് എനിക്ക് എന്താ അറിയില്ല ഇങ്ങനത്തെ സാധനമൊക്കെ ഉണ്ടല്ലോ മെർച്ചല്ലേ, അതൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര കാണണം എന്നുള്ള ഭയങ്കര ത്വരയായിരുന്നു. കണ്ട് എനിക്ക് അതിനകത്ത് സിദ്ധു ചെയ്ത ജംബോ എന്നുള്ള ക്യാരക്ടർ ആയിരുന്നു. ഭയങ്കര ഹ്യൂമറിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. അതുപോലെ മൂൺ വോക്ക് കണ്ടപ്പോഴും സിദ്ധു അതിനകത്ത് നല്ല രീതിക്കാണ് ഹ്യൂമർ കൈകാര്യം ചെയ്തിരിക്കുന്നത്. പക്ഷെ ടീച്ചറിലായാലും അതുപോലെ ഇപ്പൊ റൈഡ് ആയാലും ആര്യൻ മൂവി ഇതിലൊക്കെ കുറച്ച് ഒരു സീരിയസ് വശമുണ്ട്. അപ്പൊ ഈ ഒരു ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ സിദ്ധുവിന് ഏറ്റവും എളുപ്പം എന്തായിരിക്കും? ഹ്യൂമർ ആണോ അതോ ലൈക്ക് ഇതുപോലത്തെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉള്ളതാണോ സീരിയസ്? എന്താണ് എളുപ്പമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള എന്തായിരിക്കും? അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ലൈക്ക് ത്രൂ ഔട്ട് ദി ഫിലിം ഹ്യൂമർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറോ അല്ലെങ്കിൽ ത്രൂ ഔട്ട് ദി ഫിലിം ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറോ അല്ല. ഇറ്റ് ഷുഡ് ബി ഒരു കോമ്പിനേഷൻ ഓഫ് ബോത്ത് എന്നുള്ളൊരു മിക്സ്ഡ് സാധനം പിടിക്കാനാണ് താല്പര്യം. പിന്നെ അത് ചില സ്ക്രിപ്റ്റിൽ ഡിമാൻഡ് ചെയ്യുന്നത് പിന്നെ എൻ്റെ ഒരു കാര്യമുണ്ട്. എൻ്റെ പേഴ്സണലി എനിക്ക് ഒരു ക്രൗഡിലേക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ലെങ്കിൽ എൻ്റെ ഫാമിലി റിലേറ്റീവ്സിൻ്റെ കൂടെ ഇരിക്കും. എനിക്ക് ആ ഒരു ചുറ്റുള്ള ആൾക്കാരെ ചിരിപ്പിക്കണം. അത് എനിക്ക് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടൊന്നല്ല. എനിക്ക് ഞാൻ പറയുന്ന എന്തെങ്കിലും കേട്ടിട്ട് ചിരിക്കും ഒരു സന്തോഷമാണ്. അപ്പോൾ അത് തന്നെയാണ് ഞാൻ ഓഡിഷൻസ് പോകുമ്പോഴും പിന്നെ ആ ടീംസായിട്ട് വർക്ക്ഷോപ്പിനോ അല്ലെങ്കിൽ ഷൂട്ടിന് മുമ്പേ ഉള്ള സമയം ഉണ്ടാവില്ല, നമ്മൾ മീറ്റ് ചെയ്ത് സംസാരിക്കുന്നത്. ആ സമയത്തും ഞാൻ അതേപോലെയാണ്. അപ്പോൾ അവർക്ക് അവിടെ നിന്ന് കിട്ടുന്ന ചില എൻ്റെ പേഴ്സണലായിട്ടുള്ള കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതാണ് അവർ ലേറ്റർ ഇപ്പോൾ ജംബോ ആണെങ്കിലും അത് ഇറ്റ് വാസ് ഒരു ഹ്യൂമറസ് ക്യാരക്ടർ തന്നെയാണ്. പക്ഷേ അത് കുറച്ചുകൂടെ ഇത് സിദ്ധാർത്ഥ് തന്നെ ഇതൊക്കെ ആഡ് ചെയ്യാം, സിദ്ധാർത്ഥിന് ഈ കാര്യങ്ങളൊക്കെ നാച്ചുറലി ഉണ്ടല്ലോ എന്ന് ആഡ് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് ആയതാണ് ജംബോ. അത് വെൻ ഇറ്റ് വാസ് റിട്ടൺ എഴുതിയപ്പോൾ ജംബോ അത്രയൊന്നും ആയിരുന്നില്ല. അതിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ സെറ്റിൽ തന്നെ സ്പോട്ടിലിട്ട് ചോദിച്ചു, ഡയറക്ടറിൻ്റെ അടുത്തൊക്കെ ചോദിച്ചിട്ട കാര്യങ്ങളാണ്. പിന്നെ ടീച്ചർ ഒബ്വിയസ്ലി അതൊരു ഫണ്ണി ക്യാരക്ടർ അല്ല. പിന്നെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ടീച്ചർ ചെയ്തപ്പോൾ ഇത് ഞാൻ ശരിക്കും ലൈക്ക് സ്ക്രീനിൽ കാണുമ്പോൾ ഞാൻ സീരിയസ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറായിട്ട് തോന്നുന്നുണ്ടോ, സെൽഫ് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ 100% സാറ്റിസ്ഫൈഡും അല്ലായിരുന്നു. അത് ഇപ്പോഴും എനിക്ക് അങ്ങനെയാണ്. അത് എല്ലാ ആക്ടേഴ്സിനും ഉണ്ടാവുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. ആ പടം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മയൊക്കെ ഓൺലൈൻ വഴി എനിക്ക് പരിചയപ്പെട്ട 1-2 ഫ്രണ്ട്സിനൊക്കെ ഞാൻ അയച്ചു കൊടുത്തിട്ട് പടം കാണണം എന്നൊക്കെ പറഞ്ഞു. അവരുടെ അമ്മയും അച്ഛനൊക്കെ കണ്ടിട്ട് ദേഷ്യം വന്ന് നിന്നെ കാണുമ്പോൾ ഒരു വെറുപ്പാണ് തോന്നിയെന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് എനിക്ക് സന്തോഷമായി. ഇറ്റ് മീൻസ് ക്യാരക്ടർ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി, വർക്കായി എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ
അത് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നത് ആസ് ജംബോ ആയെങ്കിലും ഷിബു മൂൺ വാക്കിലായെങ്കിലും ചില സീൻസിലൊക്കെ ആ ഷിബു മറ്റേ മൂൺ വാക്കിൽ വീട്ടിൻ്റെ അകത്ത് റെക്കോർഡ് വരച്ചു തരാൻ നോക്കുന്ന സീനൊക്കെ അത് കണ്ടപ്പോൾ ഞാൻ തിയേറ്ററിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആൾക്കാരൊക്കെ അതിന് റിയാക്ട് ചെയ്യുന്നതൊക്കെ എനിക്ക് ഭയങ്കര ആസ് എൻ ആക്ടർ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. അതേ സമയത്ത് ടീച്ചർ പോലത്തെ പടങ്ങളിൽ എനിക്ക് നെഗറ്റീവ് ഷെയ്ഡ്സ് പ്ലേ ചെയ്യാൻ പറ്റുന്നു, അതിൻ്റെതായിട്ടുള്ള ഒരു ഇമോഷൻസ് ഡെലിവർ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്, അത് കണക്റ്റ് ആവുന്നു എന്ന് അറിയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഹാപ്പിനെസ് ഉണ്ട്. എനിക്ക് ചോദിച്ച ചോദ്യം എനിക്ക് രണ്ടും മിക്സ്ഡ് ആയിട്ട്, രണ്ട് മാത്രമല്ല ഇത് ബാക്കി എത്ര എമോഷൻസ് ഉണ്ട് അതെല്ലാം എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. ടഫ് ശരിക്കും ഹ്യൂമർ തന്നെയാണ് കേട്ടോ. അത് എത്ര ഈസി ഒന്നല്ല. നാച്ചുറലി എനിക്ക് എന്നെ പോലത്തെ ആക്ടേഴ്സ് ആണെങ്കിൽ 1-2 ടേക്സിലൊക്കെ നമുക്ക് ആ സാധനം നാച്ചുറലി പിടിക്കാൻ പറ്റും. പക്ഷെ വെൻ ഇറ്റ് ഗോസ് മോർ ദാൻ 2-3 സെയിം സാധനം ആദ്യം സെയിം ജോക്ക് ഇപ്പം ഞാൻ എത്ര നല്ലതായിട്ട് പറഞ്ഞാലും ഇപ്പൊ സൂര്യക്ക് ഞാൻ പറയണ ജോക്ക് ആദ്യത്തെ തവണ കേൾക്കുമ്പോൾ നല്ല ചിരി വരുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ തവണ കുറഞ്ഞു വരില്ല ചെയ്യുക. അത് പെർഫോം ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഹ്യൂമർ തന്നെ ആയിരിക്കണം. ദേഷ്യം എങ്ങനെയെങ്കിലും യു ക്യാൻ ഡു ഇറ്റ്, കുറച്ചുകൂടെ ഈസി ആണെന്ന് തോന്നുന്നു എനിക്ക് പേഴ്സണലി. ഹ്യൂമർ തന്നെയാണ് ടഫ്. അതെ, അതിനകത്ത് മീം ബോയ്സിലെ ഡയലോഗ് ഡെലിവറി ഒക്കെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള ഡയലോഗ്സ് ഒക്കെ ആയിരുന്നു. അത് ഞാനിങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്, ഇവരെങ്ങനെ ഇത്രയും ഫാസ്റ്റ് ഒക്കെ പറയുന്നത്, അതും കോമഡി ഡയലോഗ്സ് ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അത് രസമുണ്ട്. ഷൂട്ട് ചെയ്യുമ്പോഴേ ആ സമയത്ത് ഇപ്പൊ നമ്മൾ കുറച്ച് പ്രോജക്ട്സ് ഒക്കെ ചെയ്തിട്ട് ക്യാമറയുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നതും ഒരു പ്രോജക്റ്റ് ചെയ്തുള്ളൂ, നെക്സ്റ്റ് പ്രോജക്റ്റ് അത് ഫസ്റ്റ് പ്രോജക്റ്റ് റിലീസായിട്ടില്ല എന്ന സമയത്ത് നമ്മൾ വേറൊരു പ്രോജക്റ്റിലിരുന്ന് ഇത്രയും വലിയ ഡയലോഗ് അത്രയും ക്രൂവിൻ്റെ ഫ്രണ്ടിൽ വെച്ച് ചെയ്യുമ്പോഴും അതിൻ്റെ പ്രഷർ എപ്പോഴും ഉണ്ടാവും. അതൊരു എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ചിലതൊക്കെ ഞാൻ പേടിയിൽ തന്നെ ചെയ്തു പോണതാണ്, അത് ഹ്യൂമറായിട്ട് പുറത്തേക്ക് ഷോ ആണ് ചെയ്യുന്നത്. ചിലതൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ നല്ല പേടിയും പ്രഷറും ടെൻഷനൊക്കെ ഉണ്ട്, പക്ഷെ അത് പറഞ്ഞു വരുമ്പോൾ ആ ടെൻഷൻ ഫേസിൽ വരുമ്പോൾ അത് ഹ്യൂമറായിട്ട് മിക്സ് ആയിട്ട് ഒരു സംഭവമാണ് കുറച്ചുകൂടെ അതിനെ ഹ്യൂമറസ് ആക്കുന്നത്. ആക്ച്വലി ഓൾറെഡി ഒരു സാധനം ഉണ്ടാവും. നമ്മളിപ്പം ഫ്രണ്ട്സിന്റെ ഇടയിൽ നിൽക്കുമ്പോഴും നീ എന്തെങ്കിലും പറയുമ്പോ ഇങ്ങനെ അഭിനയിച്ചൊക്കെ കാണിക്കുന്നത് ഭയങ്കര എക്സ്പ്രസീവ്, പക്ഷെ അത് നല്ല രസമാണ്. അത് എന്റെ ഉള്ളിലൊരു അഭിനേതാവുണ്ട്. ഓക്കെ, അപ്പൊ ഇനി ഞാൻ മീം ബോയ്സിന്റെ സെക്കൻഡ് പാർട്ടും എല്ലാം പ്ലാനിങ് ഉണ്ടോടാ? ലാസ്റ്റ് ഡീൻ രണ്ടുപേരും ചത്തോ? അത് ആക്ച്വലി അതൊരു എന്താ പറയാ, അതിന്റെ ഒരു സീക്വൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പക്ഷെ എനിക്ക് അറിയില്ല, ഞാനും ചോദിക്കാറുണ്ട് അതങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. ലൈക്ക് ഫസ്റ്റ് പാർട്ട് ചെയ്തിട്ട് അതിന്റെ റിലീസിന് ശേഷം സെക്കൻഡ് പാർട്ടിന്റെ ഷൂട്ടും കൂടെ പ്ലാനൊക്കെ ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ അതറിയില്ല, ഇറ്റ്സ് എ ബിസിനസ് തിങ്, നമുക്ക് അതിലേക്ക് കൂടുതൽ കയറാൻ പറ്റില്ലല്ലോ. പക്ഷെ എനിക്കൊരു ഇഷ്ടപ്പെട്ട ഒരു സീരീസാണ്. കുറേ പേർക്ക് എന്നെ നാട്ടിൽ, ഞാൻ അത് കഴിഞ്ഞിട്ട് റിലീസിന് ശേഷം നാട്ടിൽ വന്നപ്പോഴും 1-2 പേരൊക്കെ എന്നെ നോക്കിയിട്ട്, അത് സീരീസ് കണ്ടിട്ടല്ല, അതിലൊരു റീല് അതിൻ്റെ ഒരു കട്ട് കുറച്ചുകൂടെ വൈറലായി. ഞാൻ അമ്മയുടെ അടുത്ത് ലാപ്ടോപ്പ് വേണമെന്ന് ചോദിക്കുന്ന ഒരു കത്തി എടുത്തിട്ട് അമ്മ കുത്തി കൊല്ലടാന്ന് പറയും. ആ സാധനം കുറേ ലാംഗ്വേജസിൽ മീം ടെംപ്ലേറ്റ് ആയിട്ട് മാറി. കുറേ ഇപ്പോൾ വീട്ടിൽ അച്ഛനടുത്ത് ബൈക്ക് ചോദിക്കുന്ന സിനാരിയോ വെച്ചിട്ട് മേളിൽ എൻ്റെ ടെംപ്ലേറ്റ് ഇട്ട് ആ വീഡിയോ ഇടും, ആ കട്ട് ഇടും. എന്നിട്ട് അത് കാരണം കുറേ വൈറലായപ്പോൾ ചോദിക്കാറുണ്ട്, ബ്രോ ആ മറ്റേ കത്തി സാധനം ബ്രോ അല്ലേ, അങ്ങനെ ചോദിക്കാറുണ്ടായിരുന്നു. പക്ഷെ ആ കണ്ടന്റ് ഭയങ്കര റിലേറ്റബിൾ, ലൈക്ക് മീംസ് ഒക്കെ നല്ല വൈറലായിട്ട് ഇരിക്കുന്ന ടൈമിലുള്ളത് കുറച്ച് വെറൈറ്റി ആയിരുന്നു. അതെ. സോ ഇത് നമുക്ക് ടീച്ചറിലോട്ട് വരാം. ടീച്ചർ എനിക്ക് മറക്കാൻ പറ്റില്ല. ഞാൻ ഫോണിലാ കണ്ട്, അതും ഹെഡ്സെറ്റ് വെക്കാതെ. എന്തൊക്കെയാണോ നീ വിളിച്ച് പറയുന്നത്? എനിക്ക് അതിനകത്ത് ചോദിക്കാനുള്ള എന്താ അറിയോ, ഡബിങ് അതിന്റെ എങ്ങനെയായിരുന്നു? എനിക്ക് ഡബിങ് അത് തിയേറ്ററിൽ വന്നപ്പോൾ കുറെ വേർഡ്സ് സെൻസാറിൽ പോയി. ഐ തിങ്ക് നെറ്റ്ഫ്ലിക്സിൽ അങ്ങനെ അതിന്റെ ഇഷ്യൂസ് ഇല്ലായിരുന്നു തോന്നുന്നു. എനിക്ക് അങ്ങനെ ഒന്നും തോന്നില്ല. അത് ഞാനായിട്ട് ചേട്ടാ ഞാൻ ഇത് ഇട്ടോട്ടെ എന്ന് ചോദിച്ച സാധനങ്ങളല്ല, അത് സ്ക്രിപ്റ്റിൽ ഡിമാൻഡ് ചെയ്തു, അവർ ചെയ്യാൻ പറഞ്ഞു ആ സമയത്ത്. ആൻഡ് ചിലപ്പോൾ അതൊക്കെ ആയിരിക്കാം ഈ ക്യാരക്ടർ കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്ത് വെറുപ്പ് വരാൻ തോന്നിച്ചത്. ഒരു ടീച്ചറിനെ, ടീച്ച് ചെയ്യുന്ന ഒരു പ്രൊഫഷനിലുള്ള ആൾക്കാരെ നമ്മൾ എപ്പോഴും റെസ്പെക്റ്റോടെ നോക്കുന്ന ഒരു പ്രൊഫഷനാണത്. അപ്പോൾ ഈ സ്റ്റുഡൻസ് ഇത്രയും ഏജ് കുറവുള്ള പയ്യന്മാർ ഇങ്ങനെ ഒരു ടീച്ചറിന് ഇങ്ങനെ ഈ വേർഡ്സൊക്കെ യൂസ് ചെയ്യുന്നു, അവരുടെ അടുത്ത് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നു പറയുന്നത്, ആ തോട്ട് എന്നെ റോങ് അടിക്കുന്ന തോട്ടാണ്. അപ്പോൾ ആ വാക്കുകളൊക്കെ അത് ഡബിങ്ങിൽ സിദ്ധാർത്ഥ ഇതെന്ന് പറഞ്ഞ് ഇതൊക്കെ ഇട്ടെന്ന് പറഞ്ഞപ്പോൾ ഇട്ടു. അത്
അങ്ങനെ ഇടേണ്ടി വന്നു. അത് എന്റെ ഐഡിയ അല്ലല്ലോ, അപ്പൊ അങ്ങനെ കുഴപ്പമില്ല. പക്ഷെ എനിക്ക് നല്ല ദേഷ്യം വന്നു കണ്ടപ്പോ. അത് പെട്ടെന്ന് നീയാണെന്നുള്ള കാര്യം തന്നെ മറന്നു നമുക്ക്. എന്റെ ഭാഗ്യം എന്റെ അച്ഛനമ്മയൊന്നും അത് കണ്ടിട്ടില്ല, അത് ഓൺലൈനിൽ കണ്ടിട്ടില്ല. സെൻസാർഡ് കട്ടാണ് അവര് കണ്ടത്. നല്ല കാര്യം. അപ്പോ അമല പോൾ, അമല ചേച്ചി നാളെ വിളിക്കണേന്ന് പലയിടത്തും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അമല ചേച്ചിയായിട്ട് ഇപ്പോഴും കണക്ഷൻ ഉണ്ടോ? ചേച്ചിയായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് കണക്ഷൻ ഒന്നുമില്ല. എന്തെങ്കിലും പുള്ളിക്കാരി പോസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്. അത് അവരൊന്നും നമ്മളെ പോലെ അല്ല, അവരെല്ലാവരും ബിസി ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ് കുറേ കൊല്ലം. അപ്പോൾ ഞാൻ ഒരു 4 കൊല്ലം മുമ്പൊക്കെ ആണെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യും, അയ്യോ നമ്മൾ മെസ്സേജ് അവർ കാണണം. പക്ഷെ ഇപ്പോൾ എനിക്ക് മനസ്സിലാവും അത്. ഞാൻ ഷൂട്ടിലുള്ള സമയത്ത് കുറേ ഇങ്ങോട്ട് വിശ്വസായിട്ട് നല്ല വിശ്വസായിട്ട് വരുന്നത് പോലും ചില സമയത്ത് കുറച്ച് മിസ്സായി പോകുന്നുണ്ട്. അത് എനിക്ക് മനസ്സിലാവും. കാരണം അമല ചേച്ചി റിപ്ലൈ ചെയ്യും, അങ്ങനെ ചെയ്യാതെ ഇരിക്കൊന്നുമില്ല. കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും റിപ്ലൈ ഒക്കെ ചെയ്യും. പിന്നെ ഒരു ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ ഫസ്റ്റ് ഷോട്ട് അമല ചേച്ചിയായിട്ടായിരുന്നു. ഹോസ്പിറ്റലിൽ ഞങ്ങൾ സംസാരിക്കുന്ന സീനായിരുന്നു ഞങ്ങൾ ആദ്യം ഷൂട്ട് ചെയ്തത്. എനിക്ക് ആ ഒരു ചേച്ചി വരുന്ന വരെ ഒരു പ്രഷർ ഉണ്ടായിരുന്നു. മെയിൻ സ്ട്രീം ആർട്ടിസ്റ്റ് നമ്മൾ കോമ്പിനേഷൻ സീനൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കാരണം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല എന്നുള്ളൊരു ഇത്. നമ്മൾ റീടേക്ക് പോകുന്നതല്ല, അവർക്കത് ബുദ്ധിമുട്ടാകാൻ പാടില്ലല്ലോ എന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷെ ചേച്ചി വന്നപ്പോൾ തന്നെ ഇങ്ങനെ ഹായ് സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ടെൻഷനൊക്കെ മാറി. കൂളാണ് അവര്. പിന്നെ പിറ്റേ ദിവസം ആണെങ്കിലും ചേച്ചി, അതൊക്കെയാണ് എനിക്ക് ഇതായിട്ട് തോന്നി. ഭയങ്കര ഇതായിട്ട് എന്താ ഒരു ഇങ്ങനത്തെ ആർട്ടിസ്റ്റിൻ്റെ കൂടെയൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ ചാൻസ് കിട്ടുന്നുണ്ടല്ലോ എന്ന് തോന്നി. ചേച്ചി അമ്പലത്തിൽ പോയിട്ട് പ്രസാദമൊക്കെ കൊണ്ടുവന്ന് സെറ്റിലൊക്കെ ഞാൻ നിൽക്കുകയാണ്. ഞാൻ അവിടെ ഒരു മറ്റേ ചേട്ടൻ്റെ കല്യാണത്തിൽ വീട്ടിൽ കയറി വരുന്നൊരു സീനുണ്ടല്ലോ, ഒരു സിംഗിൾ ഷോട്ട് സീനുണ്ട്. ചേച്ചി ഓട്ടോയിൽ വന്ന് ഇറങ്ങി അത് തൊട്ട് ചേച്ചി പോകുന്ന വരെയുള്ളൊരു സീൻ. അന്നത്തെ രാവിലെ ഷൂട്ട് കൊല്ലത്തായിരുന്നു. അപ്പോൾ രാവിലെ ചേച്ചി ഏതോ അമ്പലത്തിൽ, അടുത്തുള്ള ഒരു അമ്പലത്തിൽ പോയി ഉണ്ണിയപ്പം എന്തോ പ്രസാദമൊക്കെ എടുത്തിട്ട് വന്നിട്ട് സിദ്ധാർത്ഥ് കമ്മിയാന്ന് പറഞ്ഞിട്ട് പ്രസാദമൊക്കെ എടുത്ത് അമ്പലത്തിൽ പോയിട്ട് തൊഴുതാണ് കഴിക്കടാന്നൊക്കെ പറഞ്ഞ് തന്ന്. അപ്പോൾ അങ്ങനെയും ലൈക്ക് ഒരാൾ ഇന്നലെ കണ്ട ഒരു ആർട്ടിസ്റ്റിനെ കൺസിഡർ ചെയ്ത് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഒരു നല്ലൊരു ക്യാരക്ടറാണല്ലോ. അങ്ങനെ തോന്നും. പിന്നെ ഇടയ്ക്കൊക്കെ ഷി ഗോട്ട് മാരീഡ്, കൊച്ചൊക്കെ ആ പോസ്റ്റൊക്കെ കാണുമ്പോൾ നല്ല സന്തോഷം തോന്നും. അതെ.